പ്രതീക്ഷിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. ഇത് ആക്ച്വലി കഥ തന്നെയാണ്. ഞാൻ എല്ലാ സിനിമകളും ചെയ്യുമ്പോഴും 2012 സിനിമ ചെയ്യാൻ കാരണം വീട്ടിൽ വെള്ളപ്പൊക്കം വന്നുകൊണ്ടാണ് അങ്ങനെ സിനിമ ഉണ്ടായത്. കാരണം ആ സമയത്ത് ഞാനൊന്നും അറിഞ്ഞില്ല. അതുപോലെ ഒരു നല്ലൊരു കഥയാണ്. ലിനീഷ് ബാല എന്ന് പറഞ്ഞ പുതിയൊരു എഴുത്തുകാരാണ്, അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥയിൽ അഖിൽ കൃഷ്ണ എന്ന് പറഞ്ഞ മറ്റൊരു പുതിയ എഴുത്തുകാരനാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ചേർന്നിട്ടൊരു കഥ. എനിക്ക് തോന്നി ഇത് കോവിഡ് സമയത്ത് വന്നൊരു കഥയാണ്. അതിനുശേഷം പല രീതിയിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ ചേച്ചിയുടെ ഭാഗത്തു നിന്നായാലും അന്നച്ചേൻ്റെ ഭാഗത്തു നിന്നായാലും ലാൽസാറിൻ്റെ ഭാഗത്തു നിന്നായാലും എല്ലാം കൃത്യമായ എന്താ പറയുക, ആ കഥയിൽ സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തി നല്ല ഹോംവർക്ക് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്യുന്നതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അതുകൊണ്ട് നമ്മൾ ഓരോ സിനിമയ്ക്കും ഓരോ അപ്രോച്ച് ആയിരിക്കും. 2012 കഴിഞ്ഞു പോയി. അതിനുശേഷം മറ്റൊരു സിനിമയും എനിക്കൊരു സിനിമ ചെയ്യാൻ തോന്നുമ്പോൾ മാത്രം, പട്ടണയാകുമ്പോൾ മാത്രം സിനിമ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ടെൻഷനൊന്നുമില്ല. ഇതൊരു ചെറിയ സിനിമയാണ്. നേരത്തെ വൈശാഖേട്ടൻ എനിക്കൊരു പണി തന്നിട്ട് പോയി, ഇതൊരു ആക്ഷൻ സിനിമയാണെന്നൊന്നും ആരും വിചാരിക്കരുത്. ഇതിനകത്തൊരു ആക്ഷൻ ഉണ്ട്, പക്ഷെ ഒരു ആക്ഷൻ സിനിമയൊന്നുമല്ല. ഇതൊരു സാധാരണ കുടുംബ ചിത്രമാണ്. നമ്മുടെ വീടുകളിലൊക്കെ സംഭവിക്കുന്ന ഒരു കഥയാണ്. അത്രയേ ഉള്ളൂ.